നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സമ്മാനങ്ങളാണ്. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കുക. വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണമെന്നില്ല. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കുക. ഒരു 50 പൈസന്റെ മുട്ടായിയെ നിങ്ങളെ കയ്യിലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. അല്ലാണ്ട് ഒരു 2 കൈയിലും സാധനം കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ചു പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. നിങ്ങൾ നേരെ അടുക്കളയിലേക്ക് പോകുമോ? ഭാര്യ ഉണ്ടാക്കി വെച്ച കറി ഒന്ന് കയ്യിൽ ഒഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുമോ? എന്നിട്ട് പറയൂ ഖദീജ നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ ഖദീജാന്റെ പേര് ചുരുക്കി പേര് വിളിക്കുന്നതിൽ സ്നേഹമുണ്ട്. പ്രധാനമാണ്. നമ്മൾ വളരെ ആലോചിക്കണം. ഈ 13 വയസ്സിന്റെ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ മോനെ മോളെ എന്ന് വിളിക്കണം, യഥേഷ്ടം വിളിക്കണം. 10 വയസ്സ് 12 വയസ്സൊക്കെ കഴിയുമ്പോൾ മോനെ എന്ന് വിളിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. പേരാണ് ചൊല്ലി വിളിക്കേണ്ടത്. മിക്കവാറും 18 വയസ്സുള്ള കുട്ടീനൊക്കെ നിങ്ങൾ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ കുട്ടിയൊക്കെ തീരെ ഇഷ്ടാവില്ല. കാരണം ഇത്രയൊക്കെ പ്രായത്തിയിട്ടും എന്നെ മോനെ എന്നാണ് വിളിക്കും. ഞാനൊരാളാവുകയല്ലേ, ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ ഞാൻ ആരാണ്. കൗമാരക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന്. ഐഡന്റിറ്റി ഉണ്ടാകുന്ന പ്രായ കൗമാരക്കാരത്തിലാണ്. മിക്കവാറും ഉപ്പമാര് പറയും, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മാഷെ. എന്തിട്ടാ പറഞ്ഞിട്ട് കേൾക്കാത്ത? അവന്റെ മനസ്സിന്റെ അകത്തുള്ള വളർച്ചയും ശരീരത്തിന്റെ വളർച്ചയും മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുന്നില്ല. അതാണ് മനസ്സിന്റെ അകത്ത് ഭയങ്കരമായ സാഹസികത ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, അംഗീകാരം കിട്ടണമെന്നുള്ളൊരാഗ്രഹം, ഞാൻ വലിയ ആളാണെന്നുള്ളൊരാഗ്രഹം, എനിക്ക് ശക്തി ഉണ്ടെന്നുള്ളൊരാഗ്രഹം, എനിക്ക് എൻ്റെ ചങ്ങാതിമാരുടെ അടുത്ത് എനിക്ക് വലിയ അഭിപ്രായം എന്നുള്ള ആഗ്രഹം. അയാളോട് നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അയാൾ രാജാവാണ് എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുക. രാജാവാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വർത്താനം പറയണം, വളരെ സൂക്ഷിച്ചു വർത്താനം പറയണം. അപ്പൊ പേര് ചൊല്ലി വിളിക്കണം. ഭാര്യയെ നിങ്ങൾ വിളിക്കുമ്പം പേര് വിളിക്കാം, അതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് വിളിക്കാം, ചുരുക്കി 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 വിളിക്കാം. ഒരക്ഷരം കൊണ്ടെല്ലാം വിളിക്കുന്ന ആളുകളുണ്ട്. ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ സ്റ്റൈല് നമ്മൾ ഒഴിവാക്കുകയും ആവാം. അത് എന്തിനാണ് അത്ര സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നത്? അതിലൊക്കെ ഒരു മനസ്സിന്റെ പറ്റുണ്ട്, മനസ്സിന്റെ അംശമുണ്ട്, മനസ്സിന്റെ ചേർച്ചയുണ്ട്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, എത്ര ചെറുതായാലും അത് കൊടുക്കുന്ന സ്റ്റൈലിലാണ് വ്യത്യാസം കിടക്കുന്നത്. കൗമാരക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരൊറ്റ വാക്കിൽ പറയാം കൗമാരക്കാരൻ്റെ ഒരു പ്രത്യേകത. അതിൽ നിങ്ങൾ ബാക്കിയൊക്കെ വായിച്ചെടുക്കണം. നമ്മൾ ഓരോ പ്രായത്തിലെയും കുട്ടികളുടെ പ്രത്യേകതകൾ മാത്രം വെച്ച് ചില ക്ലാസ്സുകൾ ചെയ്യാറുണ്ട് ഉമ്മമാർക്ക്. കൗമാരക്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരൊറ്റ ഒരു ഉദാഹരണം. 18 വയസ്സുള്ള ഒരു പയ്യൻ ഉഷാറാണ്. അവൻ നഴ്സറി കുട്ടിന്റെ സൈക്കിളിന്റെ മേലെ നിന്ന് കളിക്കുക. നഴ്സറി കുട്ടിന്റെ സൈക്കിളിന്റെ മേലെ 18 വയസ്സുള്ള മീശ മുളച്ച പയ്യൻ കളിക്കുമ്പോൾ ഉപ്പ എന്താ പറയാ? ഉപ്പനെ ഊണതീക്ഷിക്കും. ഉപ്പ പറഞ്ഞു, എണീക്കട, ഇത്ര വലിയ പ്രായമായിട്ട് നീ കണ്ണാടി പോയി നോക്ക്, നീ ആരാണെന്ന്, നീ വലിയ ആളല്ലേ, നീ പണ്ടത്തെ പോലെയാണോ, കുട്ടിയാണോ, നീ അവിടെ നിന്ന് എണീക്ക്, കുട്ടിന്റെ സൈക്കിളൊന്നും നിൽക്കല്ല, നീ വലിയ ആളായിരുന്നു. അപ്പൊ കുട്ടിക്ക് സന്തോഷം തോന്നി. അവൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നോക്കി കോളറൊക്കെ ഇങ്ങനെ ആക്കി, ഞാൻ എന്തായാലും വലിയ ആളാണ്, എൻ്റെ ഉപ്പ അത് സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. പിറ്റേത്തെ ദിവസം ആ വീട്ടിലൊരു ചർച്ച നടക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പുറത്തെ വീട്ടിൽ കൂടലിന് എന്താ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചർച്ച. അപ്പോൾ ഇവൻ വന്നിട്ട് അവിടെ കസേര നീക്കിയിട്ടിട്ട് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അപ്പോൾ ഇവൻ കോളറൊക്കെ ഇങ്ങനെ പിടിച്ച് പൊക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ സാധനമൊക്കെ കൊടുക്കുന്നത് വെറും വേസ്റ്റാണ്, എന്തെങ്കിലും പൈസ കൊടുത്താൽ അവർക്ക് ഉപകാരമാവും, പാവപ്പെട്ട കുടുംബമാണെന്നൊക്കെ പറഞ്ഞു. ഉപ്പ പറഞ്ഞു, എണീക്കട, നിങ്ങൾ വലിയ ആൾ വർത്താനം പറയുന്നിടത്ത് നിനക്കെന്താ കാര്യം എന്ന് വെച്ചു. അപ്പൊ കുട്ടി ഇന്നലെ സൈക്കിൾ മുതൽ കയറിയപ്പോൾ ഇതേ ഉപ്പ എന്നെയാ പറഞ്ഞതെന്ന്, നീ വലിയ ആളാണ്, സൈക്കിൾ മുതൽ ഇരിക്കാൻ പാടില്ല. ഇന്ന് ഞാനൊരു അഭിപ്രായം ഇവിടെ പറയുമ്പോൾ ഞാൻ ചെറിയ ആളാണോ? ഐഡന്റിറ്റി ക്രൈസിസ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാ. ഏതെങ്കിലും കുട്ടിക്ക് ഈ പ്രായത്തിൽ ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടായോ, നിങ്ങളെ കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും. കുഴപ്പമുണ്ടാവും ആ കുട്ടി. അത്തരം കുട്ടിയോട് ഉപ്പ സംസാരിക്കണം, ഉമ്മ സംസാരിക്കണം. തച്ചു ശരിയാക്കിയ ഒരു കുട്ടിനെ, ഒരു 12 വയസ്സുള്ള പയ്യനെ, കുട്ടികളെ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഉമ്മമാരുടെ ക്ലാസ്സിലൊക്കെ സാധാരണ പറയും, കുഞ്ഞുങ്ങളെ അടിക്കാൻ പറ്റൂല, നമുക്ക് പറയാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വയസ്സ് പ്രായമായ കുഞ്ഞിനെ നിസ്കരിച്ചിരിക്കാത്തതിന്റെ പേരിൽ തല്ലണമെന്ന് പറഞ്ഞിട്ടെങ്കിൽ പറ്റും. പക്ഷെ എന്തുകൊണ്ട് 10 വയസ്സ് വരെ കാത്തുനിന്നു? പിയാഷെ പറയും, ഒരു കുട്ടീന്റെ യുക്തിചിന്ത വളരുന്നത് 10 വയസ്സിലാണ്. എന്നെ ഞാനൊരു ഉദാഹരണം പറയും. സാധാരണ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട്, നീളമുള്ള ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ട് അവിടെ വെച്ചു. അതേ അളവിലുള്ള വെള്ളം ഒരു കിണ്ണത്തിലും ഒഴിച്ചു. എന്നിട്ട് 7 വയസ്സുള്ള കുട്ടിന്റെ അല്ലെങ്കിൽ 8 വയസ്സിന്റെ മുമ്പിൽ ഉള്ള കുട്ടിന്റെ മുമ്പിൽ വെച്ചു കൊടുത്താൽ ഏതിലാ വെള്ളം കൂടുതലെന്ന് ചോദിച്ചാൽ കുട്ടി പെട്ടെന്ന് പറയും ഗ്ലാസ്സിലാ വെള്ളം കൂടുതൽ. കാരണം കുട്ടി കാണുന്നതേ കുട്ടിക്ക് വിശ്വസിക്കാം. യുക്തിചിന്ത വളരൂല, അപഗ്രഥന ചിന്ത വളരൂല. 10 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി ഒരു നിമിഷം നേരം നിൽക്കും, എന്നിട്ട് പറയും ഇതിൽ വിസ്തീർണം കൂടുതലുണ്ടല്ലോ, അപ്പൊ ഇതിനാവാം സാധ്യത. ആലോചന വരും, ചിന്ത വരും, യുക്തിബോധം വരും. അപ്പൊ ഒരു അടി എന്തിനാ എനിക്ക് കൊണ്ടത് എന്ന് ചിന്തിക്കാനുള്ള പ്രായത്തണം കുട്ടിയെ തല്ലുമ്പോൾ.
കുട്ടീനെ തല്ലുന്ന ഉമ്മമാരുടെ കാര്യം ഭയങ്കര രാവിലെ 9 മണിയുടെ ഉള്ളിലാണ് കേരളത്തിലെ കുട്ടികൾക്ക് തല്ല് കൂടുതൽ കിട്ടുന്നത് എന്ന് പഠനമാണ്. ഞാൻ പല ഉസ്താദന്മാരോടും ചോദിച്ചിട്ടുണ്ട്, ഈ 9 മണിയുടെ ഉള്ളിൽ തല്ല് കൊടുക്കുന്നത് അഫ്ളലായ ടൈമാണ് ഏതെങ്കിലും കിതാബിൽ വായിച്ചിട്ടുണ്ടോ എന്ന്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? മിക്കവാറും കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്നത് കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മളെ കുഴപ്പം കൊണ്ടാ. നമ്മളുടെ മനസ്സപ്പം എങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ചാ. ഇന്നലെ തുടച്ചിരിക്കുന്നു നിലം, ഒരു ചിരട്ടയിൽ വെള്ളം എടുത്തിട്ട് 4.5 വയസ്സുള്ള കുട്ടി പോവുക പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ട്, ചിരട്ടയിൽ വെള്ളം, അത് അടുക്കളയിൽ ഉറ്റിപ്പോയി 2 ഉറ്റി, അതിനാ കൊടുത്ത് പുറത്ത് 2 എണ്ണം. ഉമ്മ തീവ്രവാദിയാ, കൊടുത്തു 2 എണ്ണം. കുട്ടി ആലോചിച്ചു, മിനിഞ്ഞാന്നൊരു ചിരട്ട മുഴുവനും മറന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം അറിയാം? സമയത്തിന്റെ കുഴപ്പം ഉമ്മാന്റെ. 9 മണിയുടെ ഉള്ളിൽ കുട്ടികൾക്ക് തല്ല് കൂടുതൽ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 2 എണ്ണത്തിന് ഒരു ഇംഗ്ലീഷ് സ്കൂളിൽ അയക്കണം, 2 എണ്ണം മലയാളം സ്കൂളിൽ, 1 എണ്ണം മദ്രസയിൽ വരാനുണ്ട്, 1 എണ്ണം പോകാനുണ്ട്, ഭർത്താവിനും ആകണം, ഗ്യാസ് വർക്ക് ചെയ്യുന്നില്ല, വിറക് കത്തുന്നില്ല, ഇസ്തിരിപ്പെട്ടി ഓഫായി പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ കൊടുക്കും തല്ലേ. അപ്പൊ കുട്ടിക്ക് അറിയില്ല, കുട്ടിന്റെ യുക്തിചിന്തയിൽ എന്നെ എന്തിനാ തച്ചത്, അത് പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിലും അവൻ കുഴപ്പമുണ്ടാക്കും, അത് തിരിച്ചു കിട്ടും. ഭർത്താവിനോട് ദേഷ്യം പിടിച്ച കുഞ്ഞുങ്ങളെ തല്ലുന്ന ഉമ്മമാരുണ്ട്. ഭർത്താവിനോട് ഭയങ്കര ദേഷ്യമാണ്. ഭർത്താവിനെ തല്ലാൻ പറ്റുമോ? അടിക്കാൻ മാത്രം ദേഷ്യമുണ്ട്. ഭർത്താവിന്റെ മുമ്പിൽ ചെറുതിനെ പിടിച്ചു കൊടുത്തു 2 എണ്ണം. ഉമ്മാക്ക് ആശ്വാസമായി. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആങ്കർ എന്നാ പറയാൻ ഫ്രോയിഡ് പറഞ്ഞു. ദേഷ്യത്തെ ഡിസ്പ്ലേസ് ചെയ്യുക, ഭർത്താവിന് കൊടുക്കേണ്ടത് ഇപ്പുറം കൊടുക്കുക, അപ്പൊ മനസ്സിന് സമാധാനം കിട്ടും. പക്ഷെ കുട്ടി പ്രതിയല്ല, കുട്ടി സങ്കടപ്പെടും. അപ്പൊ കുട്ടിയെ തല്ലുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. 3 ഷർത്തുകളുണ്ട് കുഞ്ഞിനെ തല്ലാം. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും 3 ഷർത്ത് പാലിച്ചുകൊണ്ട് കുട്ടികളങ്ങ് തച്ചോ എന്ന് ഞാൻ പറയില്ല. കുഞ്ഞിനെ പരമാവധി സ്നേഹിച്ചിട്ടും അടുപ്പിച്ചിട്ടും ഒക്കെ ചെയ്യാം. 3 ഷർത്തിൽ ഒന്നാമത്തത്, ചെയ്ത തെറ്റിന് ആനുപാതികമായിരിക്കണം കൊടുക്കുന്ന ശിക്ഷ. അതെന്തും അങ്ങനെയാണ്. സമ്മാനം എങ്ങനെയാണോ കൊടുക്കൽ അതുപോലെ തന്നെയാണ് ശിക്ഷയും. ഇവിടുത്തെ ഒരു കുട്ടി, കരീറ്റിപ്പറമ്പിൽ ഒരു കുട്ടി സമസ്തയുടെ പൊതുപരീക്ഷയിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിയെന്ന് വിചാരിച്ചോ? നിങ്ങൾ 5 റുപ്യന്റെ പെന്നാ സമ്മാനം കൊടുക്കുക? അത് മോശമായി. നിങ്ങൾ ഒരു സ്വർണ്ണ നാണയം കൊടുക്കില്ല. കാരണം ചെയ്ത നന്മക്ക് ആനുപാതികമായിരിക്കണം സമ്മാനം, ചെയ്ത തെറ്റിന് ആനുപാതികമായിരിക്കണം ശിക്ഷ. ചെറിയൊരു കാര്യം ചെയ്തതിന് ഒലക്കെടുത്തിട്ട് കുട്ടിന്റെ പിന്നാലെ എന്തിനാ പോണത്? ഒന്ന് നോക്കിയാൽ മതി, അതിന് അനുപാതത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. 2, ആ സമയത്ത് കൊടുക്കണം. സമയത്ത് കൊടുക്കണം. റബി ലെവൽ വരെ കാത്തു നിൽക്കാൻ പാടില്ല. ഈ സ്റ്റേറ്റിൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് തന്നെ സംഗമം നടത്തിയിട്ട് കൊടുക്കണം. ആ സമയത്തിന് കിട്ടണം പ്രശംസ, ആ സമയത്തിന് കിട്ടണം ശിക്ഷ, എന്നാലേ ശിക്ഷണാവുള്ളൂ. അപ്പോ അടുക്കളയിൽ എന്തോ വീണ് പൊളിയുന്ന ഒച്ച കേട്ട് ഉമ്മ പുറത്തുനിന്ന് അലക്കുക. ഒരുപാട് അലക്കാനുണ്ട്. നോക്കുമ്പോൾ 2650 റുപ്യന്റെ പുതിയ മിക്സിയാണ് 4.5 വയസ്സുള്ള പയ്യൻ എറിഞ്ഞ് തകർത്ത് പൊളിച്ചിട്ടിരിക്കുന്നു. ഉമ്മ അന്നേരം ആലോചിച്ചു, ഇപ്പൊ ഞാൻ അകത്തേക്ക് കയറിയാൽ ഈ പണി നടക്കൂല, വെയിൽ വരും, അലക്കി കഴിയട്ടെ എന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ട് മോനെ വിളിച്ച് ഇങ്ങോട്ട് വാ, നീയല്ലേ ചെയ്തിന്, ഉമ്മ അന്നേരം ആയതുകൊണ്ട് അടിക്കാത്തതാ, ഇവിടെ നിൽക്ക്, നിന്നെ ഞാൻ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടി നിന്നേരും ചിലപ്പോൾ. പക്ഷെ അടി കൊണ്ട് ഒരു കാര്യമില്ല. ആ ടൈമിലി കിട്ടണം തല്ല്, നോട്ടം, പറയല്ല, ആ സമയത്ത് കിട്ടണം. 3-മത്തത് നമ്മൾ പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. കുട്ടിക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 2 വാക്കും പറയും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നിനക്ക് സമ്മാനം തരുന്നത്. തല്ലിനും അങ്ങനെയുണ്ട്. ഒരു അടി കൊടുത്താൽ അടിക്കുമ്പോൾ പറയലല്ല, മോനെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ അടിക്കലുണ്ട് ചില ഉമ്മമാര്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? കടപ്പുറത്തെ ചില ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ട് തല്ലാറുണ്ട്. അതല്ല, ഈ ഒരു തല്ല് കൊടുത്താൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ കുട്ടിയെ അടുത്ത് വിളിക്കണം. എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയണം, കൈതൊട്ടിട്ട് പറയണം, മോനെ എന്തിനാ ഉമ്മ അടിച്ചതെന്ന് മനസ്സിലായോ? ഇന്ന കാര്യം ചെയ്തിട്ടാ. അത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അടിച്ചത്, മനസ്സിലായില്ലേ? സത്യത്തിൽ ഈ തല്ല് കൊണ്ടത് ഉമ്മാന്റെ നെഞ്ചിനെ തന്നെയാണ്. അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അടിച്ചതല്ല. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാവും ഉമ്മാനെ. കുട്ടി ഇനി അത് ചെയ്യൂല. കാരണം സ്വഭാവ രൂപീകരണം നടത്താനാണ് നമ്മൾ ശിക്ഷ കൊടുക്കുന്നത്. സ്വഭാവ രൂപീകരണം നടക്കണമെങ്കിൽ കുട്ടിയുടെ ഹൃദയത്തിൽ നടക്കണം. സമ്മാനം, ശിക്ഷ, ഇതൊക്കെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ തന്നെ. പക്ഷെ ശിക്ഷ വെറും ശിക്ഷയാകാൻ പാടില്ല. 3 രീതിയിൽ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളുണ്ട്. 3 രീതിയിൽ. 1, മൈ വേ ഓഫ് പാരന്റിങ്. 2, യുവർ വേ ഓഫ് പാരന്റിങ്. 3, അവർ വേ ഓഫ് പാരന്റിങ്. മിക്കവാറും ഇപ്പോഴത്തെ മുസ്ലിം ഉമ്മമാര്, പ്രത്യേകിച്ചും നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ,
അത് യുവർ വേ ഓഫ് പാരന്റിങ് ഭയങ്കര അപകടം പിടിച്ചതാ. മൈ വേ ഓഫ് പാരന്റിങ് അതും അപകടം പിടിച്ചതാ. അവർ വേ ഓഫ് പാരന്റിങ് ആണ് ഏറ്റവും നല്ലത്. ഞാനത് വിശദീകരിച്ചു തരാം. മൈ വേ ഓഫ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്റെ വഴിയിൽ നീ വളരണം. അതാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്ന കുപ്പായിട്ടോളണം, ഞാൻ പറയുന്നിടത്ത് ഭക്ഷണം കഴിച്ചോളണം, ഞാൻ പറയുന്ന അളവ് ഭക്ഷണം കഴിച്ചോളണം, ഞാൻ പറയുമ്പോൾ ഇരുന്ന് പഠിക്കണം, അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കര പട്ടാള ചിട്ടയിൽ നിങ്ങൾ കുട്ടികളെ വളർത്താൻ നിരച്ചു. ഹിറ്റ്ലർ എങ്ങനെയുണ്ടായി? തൊട്ടാൽ വഴക്ക, അടിയ. ഹിറ്റ്ലർ പറഞ്ഞു, ഹിറ്റ്ലറിന്റെ പ്രസിദ്ധമായ മെയിൻ കാംഫ് എന്ന് പറയുന്ന ആത്മകഥയിൽ ഹിറ്റ്ലർ പറയും, ഞാൻ ഇത്ര ചീത്തയാവാനുള്ള കാരണം എന്റെ പപ്പയാ. വീട്ടിലേക്ക് കയറി വന്നാൽ എന്നെ വിസിലിട്ടിട്ട് വിളിക്കും, എന്റെ പേര് ചൊല്ലി വിളിക്കൂല, എന്നെ പൊതിരെ തല്ലും, മൂത്രിക്കുന്നത് വരെ എന്നെ തച്ചിട്ടുണ്ട്, വർത്താനവുമില്ല, തല്ലു മാത്ര. ഇടുങ്ങിയ ജീവിതമായിരുന്നു. എപ്പോഴും എന്നോട് പറയും, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം. അച്ഛനും അമ്മയും തമ്മിൽ കുഴപ്പമായിരുന്നു. കാരണം അമ്മ ജൂത സ്ത്രീയായിരുന്നു. ജൂതന്മാരെ ഹിറ്റ്ലർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഇതിന്റെ അകത്ത് നിന്ന് വളർന്നിട്ട് ഞാൻ ഇത്ര ക്രൂരനായി. 80 ലക്ഷത്തോളം വരുന്ന മനുഷ്യ മക്കളെ ഒരു ഹോളിന്റെ അകത്ത് കടത്തിവിട്ടിട്ട് വിഷവാതകം വമിപ്പിച്ചിട്ട് കൊന്ന ക്രൂരനായ ഏകഛത്രാധിപതി പറയണത് ഞാൻ ഇത്ര മോശമാവാനുള്ള കാരണം എന്റെ പിതാവാണ്. മൈ വേ ഓഫ് പാരന്റിങ്ങിന്റെ കുഴപ്പമാണ്. ഞാൻ വിചാരിച്ച പോലെ നടക്കണം, ചെയ്യണം, അല്ലെങ്കിൽ അടി എന്ന് പറയുന്ന പോലീസ് ചിട്ടയിൽ ഉപ്പ പോലീസും ഉമ്മ വനിതാ പോലീസും. വൈകുന്നേരം ആകുമ്പോൾ കുട്ടിന്റെ കുറവൊക്കെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കും, ഉപ്പ കൊടുക്കും. മൂന്നാം ക്ലാസ് പഠിക്കുന്ന ചെറിയ മോനെ കണ്ണൂരിലെ ഒരു സദർ ഉസ്താദ് അബ്ദുള്ള ദാരിമി എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സർവരെയും മർദ്ദിക്കും കുട്ടി. ഒരാളെയും വെറുതെ ഉള്ള എറിയും അടിക്കും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന കുട്ടി. ഞാൻ ആ കുട്ടിന്റെ ഉമ്മാനെ വിളിപ്പിച്ചു. പാപ്പയും വന്നു. ഞാൻ ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കി. മുഖം കരുവാളിച്ചു നിൽക്കുന്നു. ഞാൻ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു. കുട്ടിക്ക് കരച്ചിൽ വരുന്നു. പ്രശ്നമൊന്നുമല്ല. ഉമ്മാന്റെ ഒരു കല്യാണം കഴിഞ്ഞു, വാപ്പ ഒഴിവാക്കി പോയി, കേസായി. രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഗൾഫില, ഒന്നും ചെയ്തു കൊടുക്കൂല. ഉമ്മ അപ്പുറത്തെയൊക്കെ വീട്ടിൽ അരിയരച്ചും അലക്കിയും ഒക്കെ കിട്ടുന്ന ചെറിയ കാശ് കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു. ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കൂല. കുട്ടി പറഞ്ഞു, ബാറ്റും ബോളും കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മട്ടൽ ചെത്തിയിട്ട് എന്നെ തല്ലുകയും എൻ്റെ കണ്ണിൽ മുളക് തേക്കുകയും ചെയ്യുന്നു എൻ്റെ ഉമ്മ. ഉമ്മക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്ന എന്താ? ഉമ്മാന്റെ മനസ്സിൽ സങ്കടവും സംഘർഷവുമാണ്. അത് കുട്ടിക്ക് കൊടുക്കുകയാണ് ഉമ്മ, കുട്ടിക്ക് കൊടുക്കുകയാണ്. കുട്ടിയോ? കുട്ടിക്ക് ഇത് കിട്ടുന്നത് കുട്ടി വേറെയാക്കും കൊടുക്കുന്നു. എനിക്ക് ഇഷ്ടം ഉപ്പാപ്പയാണ്, ഉപ്പാപ്പ എനിക്ക് മുട്ടായി വാങ്ങിത്തരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് നമ്മളൊരു മാനസികാവസ്ഥ. ഒരു കുട്ടിയെ എങ്ങനെ ചീത്തയാകുന്നു, ഒരു രക്ഷിതാവിന്റെ മനോഭാവം. അപ്പൊ തല്ല് എന്ന് വിചാരിക്കുമ്പം വല്ലാത്ത തല്ല് ചെയ്യാൻ പറ്റില്ല. നമ്മളെ നിയന്ത്രിക്കണം. ഇത് നമ്മുടെ ഈ പെരുമാറ്റം കൊണ്ട് കുട്ടികൾ ചീത്തയാകും. ഹിറ്റ്ലർ ചീത്തയായ പോലെ ആകാൻ പാടില്ല. അപ്പൊ മൈ വേ ഓഫ് പാരന്റിങ് ക്രിമിനലുകളെ ഉണ്ടാക്കും നാട്ടിൽ. രണ്ടാമത്തെ ഒരു സ്റ്റൈലുണ്ട്, അതും പറ്റില്ല. അത് യുവർ വേ ഓഫ് പാരന്റിങ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ തീരുമാനിച്ചു കുട്ടിയെ ഇനി മുതൽ നല്ലോണം അങ്ങ് സ്നേഹിച്ചു കളയാം. അപ്പം പറയുന്ന എല്ലാം അങ്ങ് ചെയ്തു കൊടുത്തു. എന്നാൽ എനിക്കറിയാം, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 3ാം ക്ലാസ്സിൽ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. 5ാം ക്ലാസ്സിൽ കുട്ടിക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് 7ാം ക്ലാസ്സിൽ എത്തിയാൽ നിനക്ക് മൊബൈൽ വാങ്ങിച്ചു തരും. എന്താണോ ചോദിക്കുന്നത് എല്ലാം. കുട്ടി പറഞ്ഞു, ഉമ്മ ഞാനിന്ന് പല്ലേക്കാണ്ടാ കിടന്നുറങ്ങുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ, കാരണം എനിക്ക് എന്നോട് സ്നേഹം. കുട്ടി കളിക്കുമ്പോട്ട് അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഉറങ്ങാൻ വേണ്ടി വന്നു. ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ, ഉമ്മ ഞാൻ TV കാണട്ടെ. കണ്ടോ അല്ലെ? ഉമ്മ ഞാനൊന്ന് ഇപ്പൊ ഉറങ്ങുന്നില്ല. ഉറങ്ങണ്ട, എന്റെ ഇഷ്ടം പോലെ. കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് വാപ്പ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിന്റെ ഇഷ്ടം എല്ലാം വകവെച്ചു കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്ന കുട്ടി ഉമ്മാനെ ചിലപ്പോൾ കഴുത്തറുത്തിട്ട് കൊല്ലും. കാരണം വേദന അറിയാണ്ട് കുട്ടി വളർന്നു. വേദന അറിയാണ്ടും കുട്ടി വളരാൻ പാടില്ല. കുറച്ച് വേദന അറിയണം, കുറച്ച് പ്രയാസം അറിയണം, ഇടക്കിടക്ക് നിയന്ത്രിക്കണം. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കുട്ടിയോട് നമ്മൾ വർത്താനം പറയുമ്പോൾ കുട്ടിന്റെ വാശി, ടാൻഡ്രം ചൈൽഡ് എന്ന് പറയും. ഭയങ്കര പിടിവാശിക്കാരനായ കുട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. മൂത്രമൊഴിച്ച് നിലത്ത് വീണ് ഉരുളുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അതിനൊരു കാരണം ഉമ്മ തന്നെയാണ്. കാരണം ആവശ്യമില്ലാണ്ട് കുട്ടിൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ടുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഉപ്പ ഒരു പ്ലേറ്റ് കൊണ്ടുവന്നു. നാളെ സൽക്കാരമുണ്ട് വീട്ടിൽ. അപ്പോൾ 5-6 പുതിയ പ്ലേറ്റ്. കുട്ടി അത് കണ്ടു. കുട്ടിക്ക് ആഗ്രഹമായി അതിലൊരു ചോറ് തിന്നണം. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്കിതിൽ ചോറ് വേണമെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നാളെ ആളുകൾ വരുമ്പം വേണ്ടിയിട്ട് ഉപ്പ കൊണ്ടുവന്ന പ്ലേറ്റാ, അതിനാണ് അത് എടുക്കേണ്ടത്, ഇപ്പം തന്നെ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വാദം പറഞ്ഞു. ആ വാദമൊന്നും കുട്ടിന്റെ ലോജിക്കിൽ പോകുന്നില്ല.
കുട്ടിക്കത് കിട്ടിയേ പറ്റും. അവിടെ ഉമ്മ എന്ത് ചെയ്യണം? ആ പ്ലേറ്റ് എടുത്ത് ചോറ് കൊടുത്താൽ ഒന്നും സംഭവിക്കാനില്ല. അവിടെ ഉമ്മ വഴങ്ങണം. ഉമ്മ ഞാൻ ഈ ഡ്രസ്സ് ഇന്ന് ഇടുന്നുള്ളൂ, അതിട്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിന് വഴങ്ങണം. കുട്ടിയായിട്ട് വെറുതെ മത്സരിക്കാൻ നിൽക്കരുത്. അതേസമയം കൈ കഴുകാണ്ടാണ് ഞാനൊന്ന് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മ വഴങ്ങരുത്. ചില സമയത്ത് എൻ്റെ ഉമ്മ വഴങ്ങുന്നില്ല, ചില സമയത്ത് ഉമ്മ വഴങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതെന്നെ നന്നാക്കാനാണ്. ഇതാണ് കുട്ടി പഠിക്കേണ്ടത്. ഇതിനെയാണ് അവർ വേ പാരന്റിങ്. നമുക്ക് രണ്ടാക്കും കൂടി വളരാം. നീ പറയുന്നത് കുറെയൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് ചെയ്തു തരുന്നുണ്ട്, ചിലയിടത്തൊന്നും ഞാൻ അങ്ങനെ ചെയ്തു തരുമല്ല. അതുകൊണ്ട് നീയും സഹിക്കണം, ഞാനും സഹിക്കണം, രണ്ടുപേർക്കും വളരാം. അതാണ് ശരിയായ പാരന്റിങ്. അതാണ് ശീലിക്കേണ്ടത്. അതിൽ വളർന്ന ഒരു കുട്ടിയോട് ഉമ്മ എപ്പം വർത്താനം പറഞ്ഞാലും കുട്ടി അതനുസരിക്കും, എവിടെ ചെന്നാലും കുട്ടി അതനുസരിക്കും. കാരണം ചെറുപ്പത്തിലെ ആ രീതിയിലാണ് അവർ തമ്മിൽ വളർന്നിരിക്കുന്നത്. ലോകത്ത് രക്ഷിതാവ് കുട്ടിക്ക് കൊടുക്കുന്ന സാധനങ്ങളെ ആറ്റിക്കുറുക്കിയാൽ 2 സഞ്ചിയിലിട്ട് വെക്കാം. അതിലൊരു 2 സഞ്ചിയും തുടങ്ങുന്നത് കെ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. കാരണം കെ സ്റ്റാർട്ട് വിത്ത് കിറ്റ്. ഒന്ന് കിക്കാണ്, രണ്ടാമത്തത് കിസ്സാണ്. കിക്ക് എന്ന് പറഞ്ഞാൽ ചവിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കുട്ടികളെ ചവിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പ പറയും ഇല്ല എന്ന് പറയും. പക്ഷെ ചവിട്ടാറുണ്ട്. കുട്ടി ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങളടുത്ത് കൊണ്ടു തന്നിട്ട് ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവച്ചേട്ടാ എനിക്കിപ്പോൾ നേരമില്ല എന്ന് പറഞ്ഞാൽ ചവിട്ട് കിട്ടിയതിന് തുല്യ. ആ സമയത്ത് നിങ്ങൾക്ക് കിസ്സും കൊടുക്കാം കുട്ടിക്ക്. നെറ്റിയിലേക്ക് ഒരു മിഠായി കൊടുക്കുന്നത്, ഒന്ന് ചിരിക്കുന്നത്, ഒന്ന് കൊട്ടുന്നത്, അത് ഒരു കിസ്സിന് തുല്യ. ഏതാണോ കുട്ടിക്ക് കൂടുതൽ കിട്ടുന്നത് ഭാവിയിൽ നിങ്ങൾക്കും അത് തന്നെ തരും. നിങ്ങളെ ചവിട്ടി പുറത്താക്കണോ, നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോകണോ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. കിസ്സാണോ കൊടുത്തത്, നിങ്ങൾ ചുക്കിച്ചുളിഞ്ഞ നമ്മുടെ തൊലിയിൽ കുട്ടി വന്ന് തരും നമുക്ക് സ്നേഹമസൃണമായ ചുംബനം. ആ സമയത്ത് നമുക്കത് ആവശ്യമായി വരും. അപ്പോൾ കുട്ടിക്ക് നമുക്കത് അങ്ങോട്ട് കൊടുത്തിരിക്കണം.